ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാങ് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുണ്ട്. ഇത്തിരി ദൂരമാണ്, എന്നാലും നമ്മളെ ചേച്ചിൻ്റെ വീടുണ്ട് ഇവിടെ. നമ്മൾ ഓർമ്മിച്ചായിരുന്നു കോട്ടേഴ്സിൽ. പണ്ട് ചേച്ചി 18 വർഷം വരെ ആ കോട്ടേഴ്സിലായിരുന്നു. ഞങ്ങളെ കേരളത്തിൽ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ചേച്ചി അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഒരു കുട്ടിയായ ശേഷം പിന്നെയാണ് ചേച്ചി ഈ ഭാഗത്ത് സ്ഥലമൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചേച്ചി നല്ല ബ്ലൗസൊക്കെ സ്റ്റിച്ചിങ് ചെയ്യും. നല്ല ഒരു എന്താ പറയുക, ടൈലറാണ്. നമ്മൾ എങ്ങനെ പറയും അങ്ങനെ കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്ത് തരുള്ളൂ. അങ്ങനത്തെ ഒരു ചേച്ചിയാണ്. നല്ല പെർഫെക്ഷനുണ്ട്. അങ്ങനെ ഞാൻ ഈ ഭാഗത്ത് ബസ് കയറി വരുമ്പോൾ നമുക്ക് ബസ്സിലത്തെ കണ്ടക്ടർ നല്ല പരിചയമായിരുന്നു. അവൻ നല്ല പോസ് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഇവിടുത്തെ ചെക്കന്മാർ ഇപ്പോൾ കുറേ കാലമായി നമ്മളെ ബസ് കയറിയിട്ട് തന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് വരുന്നത്. എല്ലാ കണ്ടക്ടേഴ്സും ബസ് ഡ്രൈവറൊക്കെ പരിചയമുണ്ട്. നല്ല ചെക്കന്മാരെയാണ്, നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. കാരണം നമ്മളെ ഇത്തിരി ബസ് കയറാൻ നേരെ വൈകിട്ടുണ്ടെങ്കിലും ബസ് വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ വന്ന ശേഷം പോവുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ ബസ്സിലത്തെ എല്ലാ ഡ്രൈവേഴ്സും കണ്ടക്ടറും. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ ഇറങ്ങിയിട്ട് ചേച്ചി ഓൾറെഡി എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചേച്ചീൻ്റെ വീട് കുറച്ച് ഉള്ളിലാണ്. എന്നാലും ഞാൻ സ്ഥലം അറിയാതെ മാറിയിട്ട് എവിടെയെങ്കിലും പോയി ഇറങ്ങും വിചാരിച്ചിട്ട് ചേച്ചി ഓൾറെഡി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയും ചേച്ചി വന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി ഇറങ്ങി. ചേച്ചി പറയുന്നുണ്ട്, എന്തിനാണ് നീ അങ്ങോട്ട് പോയി ഇറങ്ങിയത്, ഇവിടെ ഇറങ്ങിക്കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ കേരളത്തിൽ വന്ന ശേഷം ഒരു അച്ഛനും ഒരു അമ്മയും പറഞ്ഞാൽ ഇവർ തന്നെയാണ്. കാരണം അത്ര സ്നേഹത്തോട് എന്നെ നോക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് എന്താ പറയുക, കരിമത്തി മാങ്ങ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കരിമത്തി. പിന്നെ കുറച്ച് നല്ല മാങ്ങ ഉണ്ടായിരുന്നു, മധുരമുള്ള മാങ്ങ. അതൊക്കെ കൊണ്ടുവന്നിട്ട് ചേച്ചി പറയുന്നുണ്ട്, ഇനി ഇതൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചേച്ചി പറഞ്ഞു വിചാരിച്ചിട്ട് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. എവിടെയും പോയാലും നമുക്ക് ചെറുതായിട്ട് നമ്മൾക്ക് കുട്ടികളും വീട്ടിലെ ആൾക്കാരുണ്ടാവും. നമ്മളെ ഒരു സ്നേഹം കൊണ്ടും ഒക്കെ കൊണ്ടുപോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ചേച്ചിൻ്റെ വീട് നല്ലൊരു സ്ഥലമാണ്. കാരണം അടുത്തുള്ള ചെറിയ ചെറിയ വീടുകളുണ്ട്, പിന്നെ പാടുണ്ട്, നല്ല തോട്, കുറേ കിണറുകളും ഒക്കെ ഉണ്ട്. അത്രയുള്ള ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളെ എന്താ പറയുക, വേറെ ഒരു സ്ഥലത്ത് പോയ മാതിരിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഭംഗിയുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ ചേച്ചിക്ക് നല്ല സന്തോഷമുണ്ട്. വീട്ടിൽ അച്ഛനും ഇല്ല പറഞ്ഞ് ഞാൻ അച്ഛനോട് ചോദിച്ചു. ചേച്ചിക്ക് 2 മക്കളാണ്. അപ്പോൾ ചേച്ചീൻ്റെ ഒരു മോനും ഗൾഫിലുണ്ട്, പിന്നെ ഒരു മോന് നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അവന് ഇപ്പോൾ അടുത്തായിട്ടുള്ളൂ, കുടിയിറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു വീടുണ്ട്. പിന്നെ നല്ല മക്കളാണ്, നല്ല സ്നേഹമുള്ള മക്കളാണ്. എനിക്ക് ഒരു ചേച്ചിൻ്റെ സ്ഥാനമാണ് തന്നിട്ടുണ്ട്. എന്താ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാലും പിന്നെ എന്തായാലും നമുക്ക് വേഗം കൊണ്ടുവന്ന് തരും. പിന്നെ ഞാനും അതേമാതിരി വീട്ടിൽ എന്താ ഉണ്ടാക്കിയാലും ഒരു ഹസ്ബൻഡ് ഒരു ചക്ക, പിന്നെ എന്താ പറയുക, വീട്ടിൽ പല പനാപ്പൊടി അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുവരുമ്പോൾ വേഗം ചേച്ചിക്ക് ഞങ്ങൾ എത്തിക്കും. നമ്മളെ കോട്ടേഴ്സിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ ഹസ്ബൻഡ് പനമൊക്കെ കൊണ്ടുവരും. അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇടിച്ചിട്ട് പന ഉണ്ടാക്കും. പനപ്പൊടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ആ പനൻ്റെ നല്ലോണം ഉണ്ടാക്കിയിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ കോട്ടേഴ്സിലുള്ളവരൊക്കെ ഇങ്ങനെ ഞങ്ങൾ തിന്നും. അതൊരു നല്ല സന്തോഷമായിരുന്നു. നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും ഒരു ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും. അതേമാതിരി ചേച്ചിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നു. നല്ലൊരു വീടാണ്. ചെറിയ വീടായാലും നമ്മളൊരു നല്ല വീടാണ്. നമ്മളെ വീടും കാര്യങ്ങളും എന്ത് ചെറുതായാലും നമ്മളെ മനസ്സ് എന്താ പറയുക, നല്ലതാണെങ്കിൽ നമുക്ക് അതൊന്നും പ്രശ്നമല്ല. കാരണം നമുക്ക് നമ്മളെ എന്താ പറയുക, സ്നേഹമാണ് വലുത്. അപ്പം അങ്ങനെ ചേച്ചി ഞാൻ വരുമ്പോൾ തന്നെ ഓൾറെഡി മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് എന്താ പറയുക ചോറുണ്ടാക്കിയിട്ടുണ്ട്. 9 മണി ആകുമ്പോൾ തന്നെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കനും ഉണ്ട്, പിന്നെ കായ്പങ്ക ഉപ്പേരും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി കാര്യങ്ങൾ ചോദിച്ചു, മക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാനും ഒക്കെ ചോദിച്ചായിരുന്നു, ചേച്ചിയുടെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ അങ്ങനെ നല്ലൊരു ചേച്ചിയാണ്. എൻ്റെ ഒരു അമ്മയാണത്. ചേച്ചി പറയാൻ എനിക്ക് പറ്റില്ല, പക്ഷേ
ഒരു അമ്മ എന്ന് പറഞ്ഞാലും എനിക്ക് ഇതല്ല, അത്രത്തോട് എനിക്ക് ഒരു നല്ല ഒരു ആൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന ശേഷം. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ ചേച്ചി ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി പിന്നെ ഉണ്ണിയപ്പം നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ണിയപ്പം, കുയ്യപ്പം, പിന്നെ പുട്ട് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ചേച്ചി ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് വിളി വിളിച്ചാൽ മതി, ഇവിടെ ഓൾറെഡി ചേച്ചി റെഡിയാക്കി വെക്കും. പുട്ടുകടലൊക്കെ റെഡിയാക്കി വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടൊക്കെ. കാരണം എനിക്ക് ഞാനുണ്ടാക്കുമ്പോൾ അത്ര നന്നാവരില്ല പുട്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി പറയും, പ്രിയ അങ്ങനല്ല, പുട്ട് ഞാൻ ഉണ്ടാക്കി തരാം, നീ വരുമ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എന്നും വന്നാലും എപ്പോഴും ഇവിടെ വന്നാലും എന്താ പറയുക, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാറുണ്ട് ചേച്ചി. എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെറൈറ്റീസ് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇന്ന് കുറേ തേങ്ങ ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചേച്ചീൻ്റെ പേരക്കുട്ടിയാണ്, വലിയ മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവന് ഇവിടെ കുട്ടികളില്ലായിട്ട് ചേച്ചിൻ്റെ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. പിന്നെ അവരിപ്പോൾ വീടായിട്ട് കുറച്ച് അവരുടെ വീട്ട് അടുത്ത് തന്നെ ഉണ്ട്. ഇടയ്ക്ക് അവർ ഇങ്ങോട്ട് വരും, ചേച്ചി അങ്ങോട്ട് പോവും. അങ്ങനെയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിന് വരുമ്പോൾ ചായക്കടി ഒന്നും കുടിച്ചിട്ടില്ല. 9 മണിക്ക് ബസ് പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വേഗം വന്നു. ഒരു 8:45 ബസ്സുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. പിന്നെ ഒരു ബസ് ഒരു 2 മണിക്കുണ്ട് തോന്നുന്നു. അപ്പോൾ ഈ ഭാഗത്ത് വല്ലാതെ ബസ്സൊന്നുമില്ല, ആകെ 2-3 ബസ്സുണ്ട്. കറക്റ്റ് ഞങ്ങൾ ആ സമയത്തിന് വന്നിട്ടില്ലെങ്കിൽ ആ ബസ് മിസ്സായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായക്കടി കുടിച്ചാതെ വന്നു. പിന്നെ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് നല്ല എന്താ പറയുക കട്ടൻ ചായ ഉണ്ടാക്കി, പിന്നെ ദോശ ഉണ്ടാക്കി, പിന്നെ ചിക്കൻ വെള്ളമില്ലാതെ ചിക്കൻ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് റെഡിയാക്കിയിട്ട് അവർ തന്നു. പിന്നെ ഞാനവിടെ ഇരുന്ന് കുറച്ച് നേരം തിന്നു. ചേച്ചി ചായ കുടിച്ചിട്ടില്ല, കാരണം ചേച്ചി നേരത്തെ ചായ കുടിക്കാനുള്ള ആളാണ്. അപ്പോൾ ചേച്ചി ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചായ. പിന്നെ ഞാനങ്ങനെ തിന്ന ശേഷം ചേച്ചി ഇത് കാണിച്ചു കൊടുക്കുന്നത്, പിന്നെ നമ്മൾ ചക്ക ഇല്ലേ, ചക്ക നല്ലോണം വേവിച്ചിട്ട് അതിൽ നെയ്യൊക്കെ ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് നല്ലോണം നമ്മളത് ഇളക്കിയിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റോറാക്കിയിട്ട് വെച്ചാൽ ഒരു വർഷം വരെ ഉണ്ടാവും പറയുന്നത് ചേച്ചി. അപ്പോൾ ഈ ഐഡിയ ഒന്നും നമുക്കൊന്നും അറിയില്ല, കാരണം നമ്മൾ ഇത്ര ചക്കാക്ക ഉണ്ട് വീട്ടിൽ. പക്ഷെ ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല, കാരണം ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ആദ്യമായിട്ട് ഞാനിത് കേൾക്കുന്നത്. പിന്നെ ചക്ക ഇങ്ങനെ സ്റ്റോറാക്കിയിട്ട് വെച്ചാൽ നമുക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ചേച്ചി. അപ്പോൾ അങ്ങനെ ചേച്ചി എന്താ ചെയ്തു, അപ്പോൾ ആ ചക്ക ഇത് റെഡിയാക്കി വെച്ച റെസിപ്പി ഈ എന്താ പറയുക ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ചേച്ചി. അപ്പോൾ ചേച്ചി അങ്ങ് ഓൾറെഡി തന്നെ ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, നല്ല എന്തായാലും നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും ഞങ്ങൾ പോകുമ്പോൾ പറഞ്ഞിട്ട്. അപ്പോൾ അപ്പം തന്നെ ചേച്ചി ഇതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ആ ഉണ്ടാക്കിയ വെച്ച ചക്കൻ്റെ ഇതിൽ അത് ശർക്കര പാരി ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ എന്താ പറഞ്ഞു അത് അവിടെ വെച്ചിട്ട് പിന്നെ ചേച്ചിൻ്റെ മോൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നു. ചേച്ചിൻ്റെ മോൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ അവർ ഇപ്പോൾ അടുത്ത കുടിയിരുന്നിട്ടുള്ളൂ. അവർ കുടിയിരിക്കാനുള്ള സമയത്ത് ഞാനൊന്നും ഇവിടെ ഇല്ലേനു. പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിയിരിക്കലിന് ഹസ്ബൻഡും മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടാനൊന്നും ചാൻസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേച്ചീനെ കണ്ടിട്ട് പിന്നെ ചേച്ചീൻ്റെ മോനെ വീടൊക്കെ കണ്ടിട്ട് പോവാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ വീട്ടിലെത്തി. അപ്പോൾ ചേച്ചീൻ്റെ മരുമകൾ കുറച്ച് എന്താ പറയുക ബാത്റൂമിൽ എവിടെ ഉള്ളിലായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ വാതിൽ തുറക്കാൻ പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങളവിടെ നിന്നു, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ചേച്ചി അപ്പുറത്ത് കൂടി പോയിട്ട് എന്താ പറയുക വാതിലൊക്കെ തുറന്ന് തന്നു. അപ്പം അങ്ങനെ നല്ല വീടാണ്, നല്ലൊരു ഭംഗിയുള്ള വീടാണ്, നല്ല എല്ലാ സെറ്റുണ്ട്. ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഒരു മോഡലായിട്ടുള്ള വീടാണ്. പിന്നെ ഇത്ര അധ്വാനം ഉണ്ടാക്കിയിട്ട് മോന് നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള മക്കളാണ്. പിന്നെ ചേച്ചി എന്താ പറഞ്ഞാലും അനുസരിക്കും. നമ്മളോട് നല്ലൊരു സ്നേഹത്തിൽ പെരുമാറ്റും. എപ്പോഴും ഒരു സ്വന്തം ചേച്ചീൻ്റെ മാതിരിയാണ് എന്നെ കാണുന്നത്.
അതേമാതിരി മരുമകളൊക്കെ നല്ല ഒരു മരുമകളാണ്, നല്ല ഒരു സ്നേഹമുള്ള മരുമകളാണ്, നല്ല ഒരു വീടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, വീട്ടിലൊക്കെ പോയി വീട് കണ്ടു. പിന്നെ അവർ എന്താ പറയുക, വീട്ടിൽ പല സിസ്റ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കാണാനുള്ള ഒരു ഭംഗിയുള്ള ഒരു വീടാണ്. അങ്ങനെ അവരെ ഫാമിലി ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഫാമിലി ഫോട്ടോസ് പറഞ്ഞാൽ ഇതിൽ ഫാമിലി ഫോട്ടോസ് പറഞ്ഞാൽ ഇവിടെ ആരും അച്ഛനും ഇല്ലേനു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ഫാമിലി ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീഡിയോ എടുത്തതാണ്. ഇതാണ് വീട്. അപ്പോൾ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ലൊരു വീടാണ്. എന്തായാലും കഷ്ടപ്പെട്ടിട്ട് മോന് നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഒരു വീടും സ്ഥലമൊക്കെ ആയി കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, നല്ല മക്കളാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവട്ടെ, അവരുടെ ജീവിതം നന്നാവട്ടെ, അവരുടെ മക്കളും എല്ലാ ആരോഗ്യ ആയുസ്സും ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് നമ്മളെ എല്ലാവരും ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചേച്ചി ഏട്ടനൊക്കെ മക്കൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ നോക്കിയിട്ട് അവർ ഇപ്പോൾ നന്നാവണത് അവർക്ക് സന്തോഷമല്ലേ, നമ്മൾക്കും സന്തോഷം, നന്നാവണം. പിന്നെ അവർ വീട്ടിൽ നല്ല ചെറിയൊരു അണ്ണാൻകുട്ടിയുണ്ട്. അപ്പോൾ അണ്ണാൻകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുണ്ടായിരുന്നു. അതിന് ഞാൻ പിടിക്കാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിടിക്കാൻ പോകുമ്പോൾ അപ്പോൾ അത് കട്ടിലിൻ്റെ അപ്പുറത്ത് സോഫാൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഓടുമായിരുന്നു. പിന്നെ അവസാനം സോഫാൻ്റെ ഉള്ളിൽ പോയി. പിന്നെ അത് പുറത്ത് വരും. അത് അങ്ങനെ നല്ലൊരു അണ്ണാൻകുട്ടിയായിരുന്നു. പിന്നെ ഇതാണ് അവർ ഫാമിലി ഫോട്ടോസ്. ഇത് അവിടുത്തെ വലിയ മോനും പിന്നെ ചെറിയ മോനും അച്ഛനും അമ്മ പിന്നെ മരുമകളും പിന്നെ 2 പേരക്കുട്ടികളുണ്ട്. അങ്ങനെ ചെറിയ പെൺകുട്ടി അവിടെ ഇല്ലേനു, സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ ചേച്ചീൻ്റെ വീട്ടിൽ തന്നെ വന്നു. അവിടെ ചേച്ചി ഓൾറെഡി റെസിപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ണിയപ്പ. അപ്പോൾ ചേച്ചി നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പൊള്ളിച്ച് ഇങ്ങനെ വരണം. കാരണം ആ ചക്കൻ്റെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ച ഇതിൽ പാരിട്ട് അപ്പോൾ കുറച്ച് നേരം വെച്ച ശേഷം ഇങ്ങനെയൊക്കെ ആയി കിട്ടും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ട് കൂടി ഇല്ലായിരുന്നു. കാരണം നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ ഇല്ല. ചേച്ചീൻ്റെ ഉണ്ണിയപ്പം കണ്ടോ, കാണാൻ എത്ര നല്ല കളറുണ്ട്. പിന്നെ അതേമാതിരി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അതിൽ എള്ളും ചെറുതായിട്ട് തേങ്ങ, എള്ളും ഏലക്കായ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പം അങ്ങനെ ചേച്ചി അടുപ്പത്ത് പാവം നല്ല നന്നായി കിട്ടും വിചാരിച്ചിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചേച്ചി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ നേരമായി. ചേച്ചി ഞാനും ഭക്ഷണത്തിൽ ഇരുന്നു, ഭക്ഷണം കഴിച്ചു. നല്ല പപ്പടം പൊരിച്ചു, പിന്നെ നല്ല മോർക്കറി വെച്ചു, പിന്നെ മത്തി വറ്റിച്ചതും പിന്നെ പപ്പടം, അങ്ങനെ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചീനമുളക്, അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ചോറ് തിന്നു. പിന്നെ എനിക്ക് ബസ് വരും 2 മണിക്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം പിന്നെ ഇങ്ങോട്ട് വരാൻ നോക്കി. കാരണം ആ ബസ് പോയാൽ പിന്നെ എനിക്ക് ബസ് പിന്നെ ഇല്ല. അവിടുന്ന് പിന്നെ വണ്ടി വെച്ചിട്ട് വരണം, ഇത്തിരി ദൂരമാണ്. അപ്പോൾ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് പിന്നെ അപ്പം തന്നെ ഞാൻ വരാൻ നോക്കി. അപ്പോൾ ചേച്ചി കുറേ പറയുന്നുണ്ട്, കാരണം നമ്മൾ ഇത്ര കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു, നല്ല കുട്ടിയാണ് പറയുന്നുണ്ട്. അതേമാതിരി ചേച്ചിയും നല്ല ചേച്ചിയാണ്. എനിക്ക് വരുമ്പോൾ ഭയങ്കര വിഷമമായി ചേച്ചി പറയുന്നത്. മറിക്കുവരെ നമ്മളെ ഇങ്ങനെ ഉണ്ടാവണം, പിന്നെ നമ്മളെ നല്ല ദൈവം ആരോഗ്യ ആയുസ് തന്നോട്ടെ പറഞ്ഞിട്ട് ചേച്ചിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം അത്ര നല്ല സ്നേഹത്തോടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ മനുഷ്യന്മാർ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അത് അങ്ങനത്തെ ആൾക്കാർ നമ്മൾ എപ്പോഴും നമ്മളെ നല്ല സ്നേഹിക്കണം, നല്ല രീതിയിൽ നമ്മൾ നിൽക്കണം. ഒരു നല്ല എൻ്റെ അച്ഛനും അമ്മേൻ്റെ സ്ഥാനമാണ് ഇവർക്ക്. അപ്പോൾ മക്കളും എൻ്റെ ഒരു ഏട്ടനും അനിയൻ്റെ മാതിരിയാണ്. അങ്ങനെ അപ്പോൾ എല്ലാ ഫാമിലി പറയാൻ വിചാരിച്ചാൽ മൊത്തം ഫാമിലി നല്ലൊരു ഫാമിലിയാണ്, നല്ല സ്നേഹമുള്ള ഫാമിലിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം. അതുകൊണ്ട് ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ നാളെ കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ഇത്ര നേരം ഇന്നത്തെ വീഡിയോ ലോങ് ആയി പോയി. കാരണം കുറച്ച് അങ്ങോട്ട് അവിടെ ഇവിടെ പോയി വരുമ്പോൾ തന്നെ കുറച്ച് ലോങ് ആയി പോയി. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്കൊരു സന്തോഷമല്ലേ, കുറേ കഴിഞ്ഞിട്ട് പോകുമ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ലോങ് ഉണ്ടാവും. നിങ്ങളെ കാണണം, ലൈക്ക് അടിക്കണം പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് വേണം പറഞ്ഞിട്ടാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്.